ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച പ്രസ്താവന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സഭയിൽ അവതരിപ്പിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിനെ ചൊല്ലിയുള്ള ബഹളത്തിൽ നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ KSRTC ആശുപത്രി തുടങ്ങുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസിനുള്ള സൌകര്യവും ഒരുക്കും. വയോജനക്ഷേമം ഉറപ്പാക്കാൻ ആരംഭിച്ച വയോമിത്രം പദ്ധതി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി R ബിന്ദു. കേരള അന്തർദേശീയ ഫോക്ക് ലോർ ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ. കേരളം പഞ്ചാബിനെയും സർവീസസ് റെയിൽവേസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധം. 11 മണിക്ക് ആരംഭിച്ച സഭ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ചു. സഭ പുനരാരംഭിച്ചപ്പോൾ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച പ്രസ്താവന അവതരിപ്പിച്ചു. പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ സഭ 2 മണിവരെ നിർത്തിവച്ചു. രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിൽ ഇരുസഭകളിലും ഇന്നും തുടരും. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ശബരിമല സ്വർണ്ണ അപഹരണ കേസ് വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. സ്പീക്കർക്ക് മുന്നിൽ ബാനർ ഉയർത്തിയും പ്ലക്കാർഡ് പ്രദർശിപ്പിച്ചുമുള്ള പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ കണ്ടത്. ഭരണപക്ഷ അംഗങ്ങൾ സീറ്റിലിരുന്നും പ്ലക്കാർഡ് ഉയർത്തി. സ്പീക്കർക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചിരുന്ന പ്രതിപക്ഷം പിന്നീട് ചോദ്യോത്തരവേളയ്ക്കിടെ സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇന്ന് ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമല പ്രശ്നത്തിലെ സമരം തുടരുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. വാച്ച് ആൻഡ് വാർഡിനെ പ്രതിപക്ഷാംഗം വടികൊണ്ടടിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പിൻവലിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിക്കുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ വാച്ച് ആൻഡ് വാർഡിനെ ബാനർ കെട്ടിയ വടികൊണ്ട് അടിച്ചു എന്നത് വസ്തുതയാണെന്ന് സ്പീക്കർ AN ഷംസീർ ചൂണ്ടിക്കാട്ടി. സോണിയാഗാന്ധിയെ വിമർശിക്കാൻ പ്രതിപക്ഷമാണ് അവസരമൊരുക്കുന്നതെന്ന് മന്ത്രി P രാജീവും പറഞ്ഞു. കേരളത്തിന് അനിവാര്യമായ ആവശ്യങ്ങൾ കേന്ദ്രം ഉടൻ അംഗീകരിക്കണമെന്നുള്ള പ്രമേയം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പല ആവശ്യങ്ങളും പരിഗണിച്ചില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ KSRTC ആശുപത്രി തുടങ്ങുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സൌകര്യം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. KSRTC ജീവനക്കാർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ സൌകര്യം ഉപയോഗപ്പെടുത്താം. എല്ലാ മരുന്നുകളും ന്യായവിലയ്ക്ക് ആശുപത്രി ഫാർമസിയിൽ നിന്ന് ലഭ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വയോമിത്രം പദ്ധതി വിജയകരമായി നടപ്പാക്കി വരുന്നതായി മന്ത്രി R ബിന്ദു നിയമസഭയിൽ അറിയിച്ചു. വയോമിത്രം പദ്ധതി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ പരിഗണിച്ചു വരികയാണ്. എല്ലാ വയോജനങ്ങൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാനുള്ള സാധ്യതയും പരിശോധിച്ചു വരുന്നതായി മന്ത്രി പറഞ്ഞു. വയോജനങ്ങളും യുവജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്റർജനറേഷണൽ ടൈസ്, തലമുറകൾക്കിടയിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒഴിവുവേളകളിൽ യുവജനങ്ങളുമായിട്ടോ മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടോ ഫോണിലൂടെ സംവദിക്കാനുള്ള സൗകര്യമാണ് സല്ലാപം പദ്ധതിയിലൂടെ ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ വയോമിത്രം പദ്ധതിയിലൂടെ വയോജന ക്ലബ്ബുകൾ മാനസിക ഉല്ലാസത്തിന് സഹായകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 1 മുതൽ 8 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന മാർഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ ഈ വർഷം 18.84 കോടി രൂപ വിനിയോഗിച്ചതായി മന്ത്രി V അബ്ദുറഹ്മാൻ നിയമസഭയിൽ പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിൽ പദ്ധതിക്കായി 20 കോടി രൂപയായിരുന്ന ബജറ്റ് വിഹിതം 2026-27 22 കോടിയായി വർദ്ധിപ്പിച്ചെന്നും മന്ത്രി അറിയിച്ചു. കേരള അന്തർദേശീയ ഫോക്ക് ലോർ ഫെസ്റ്റിവലിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഈ മാസം 9 വരെയാണ് ഫെസ്റ്റ്. തൈക്കാട് പോലീസ് പരേഡ് മൈതാനത്ത് നടക്കുന്ന ഫെസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കരകൌശല ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കലാപരിപാടികളും ഭക്ഷണമേളയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. 10ഓളം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോക്ക് കലാകാരന്മാർ ഫെസ്റ്റിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷാ പേ ചർച്ച പരിപാടി കാണാൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ യുവജനങ്ങളുമായി സംവദിക്കുന്നത് ഉന്മേഷദായകമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമ്മർദ്ദമില്ലാതെ പരീക്ഷകളെ നേരിടേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 6 ദിവസത്തെ ഒഡീഷ സന്ദർശനം പുരോഗമിക്കുന്നു. സന്ദർശനത്തിന്റെ 3-ാം ദിവസമായ ഇന്ന് രാഷ്ട്രപതി പുരിയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. തുടർന്ന് തന്റെ ജന്മനാടായ മയൂർഭഞ്ച് ജില്ലയിലെ റായ്റംഗ്പൂരിലെ വിവിധ പരിപാടികളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മഹുൽദിഹിയിൽ ഗോത്രവർഗ നേതാവ് ഭഞ്ച് ബീർ സുനറാം സോറന്റെ പ്രതിമ രാഷ്ട്രപതി അനാവരണം ചെയ്യും. അർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുക, രോഗനിർണയവും ചികിത്സയും എല്ലാവർക്കും ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂന്നി ഇന്ന് ലോക ക്യാൻസർ ദിനം. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. അർബുദം ബാധിച്ചവർ ഒറ്റയ്ക്കല്ലെന്നും രോഗത്തെ അകറ്റാൻ പൂർണ്ണ അവബോധത്തോടെ ഒന്നിച്ചു പോരാടണമെന്നും ക്യാൻസർ രോഗവിദഗ്ധനായ ഡോക്ടർ VP ഗംഗാധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ക്യാൻസർ രോഗികൾ ആരും ഒറ്റയ്ക്കല്ല, കൂടെ എല്ലാവരും ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനം എന്താണെന്ന് വെച്ചാല് ക്യാൻസറിലെ ചികിത്സ എന്നുള്ളതിനേക്കാൾ നമ്മൾ തടയാനുള്ള മാർഗങ്ങളും പ്രാരംഭ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം മാത്രമേ ക്യാൻസറിനെ ഒരു വിജയം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാൻസറിനെ ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് മനസ്സിലാക്കുക, തടയാം, പ്രാരംഭ കണ്ടുപിടിക്കാം, ചികിത്സിച്ച് ഭേദമാക്കി സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി വിധി പറയാനായി മാറ്റി. കട്ടളപ്പാളി കേസിലെ ജാമ്യ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായത്. അതേസമയം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് നീട്ടിയിട്ടുണ്ട്. തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന്റെ ജാമ്യ ഹർജി ഈ മാസം 11-ന് പരിഗണിക്കും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിൽ സ്വാഭാവിക ജാമ്യത്തിനായാണ് ബൈജു ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നു. കേന്ദ്ര ബജറ്റ് 2026-27 കുറിച്ചുള്ള ചർച്ച ഇന്നുച്ചയ്ക്ക് 1:45 കേൾക്കാം. ചർച്ചയിൽ സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ മേരി ജോർജ് സംസാരിക്കുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. സെമിയിൽ കേരളം പഞ്ചാബിനെയും സർവീസസ് റെയിൽവേസിനെയും നേരിടും. അണ്ടർ-19 പുരുഷ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് 2-ാം സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. സിംബാബ്വെ ഹരാരെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് മത്സരം ആരംഭിക്കും. ആദ്യ സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ഫൈനലിൽ എത്തിയിട്ടുണ്ട്. മറ്റന്നാളാണ് ഫൈനൽ പോരാട്ടം. കണ്ണൂർ മാലൂർ പഞ്ചായത്തിലെ തൃക്കടാരിപ്പൊയിലയിൽ ചത്ത കാക്കയുടെ സാമ്പിൾ പരിശോധിച്ചതിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ. മനുഷ്യരിലേക്ക് പടരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജനുവരി 17-ന് ഇരിട്ടി എടക്കാനത്ത് ചത്ത കാക്കയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. സപ്ലൈകോ ശബരി സബ്സിഡി വെളിച്ചെണ്ണയുടെ വില കുറച്ചു. ലിറ്ററിന് 289 രൂപയാണ് നിർദ്ദേശിച്ചിട്ടുള്ള സബ്സിഡി വിൽപ്പന വില. വിപണി വില വർധനവ് കണക്കിലെടുത്താണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നടപടി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 182 പോയിന്റ് താഴ്ന്ന് 83,549-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 30 പോയിന്റ് കുറഞ്ഞ് 25,697-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില ഗ്രാമിന് 605 രൂപ കൂടി 14,715 രൂപയും പവന് 4,840 രൂപ വർദ്ധിച്ച് 1,17,720 രൂപയുമാണ് ഇന്നത്തെ സ്വർണ്ണവില. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭ ഇന്നും പ്രക്ഷുബ്ധം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ച പ്രസ്താവന കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സഭയിൽ അവതരിപ്പിച്ചു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിനെ ചൊല്ലിയുള്ള ബഹളത്തിൽ നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ പുരോഗമിക്കുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ KSRTC ആശുപത്രി തുടങ്ങുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പാവപ്പെട്ട രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസിനുള്ള സൗകര്യവും ഒരുക്കും. വയോജന ക്ഷേമം ഉറപ്പാക്കാൻ ആരംഭിച്ച വയോമിത്രം പദ്ധതി എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി R ബിന്ദു. കേരള അന്തർദേശീയ ഫോക്ക് ലോർ ഫെസ്റ്റിവലിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ സെമി ഫൈനൽ മത്സരങ്ങൾ നാളെ. കേരളം പഞ്ചാബിനെയും സർവീസസ് റെയിൽവേസിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.